ഡബിൾ ഡബിൾ ഓക്കെ 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 വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ஆடு மாடு பசு விசு இல்ல ஜுனோ, இன்னைக்கு நீ தோத்துட்ட. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് റിയാക്ഷൻ ചെയ്യുന്നത് ഒരുപാട് നാളായിട്ട് നമ്മൾക്ക് സജഷൻ വന്നിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പോൾ ഇടാത്തതിന്റെ റീസൺ അത് തന്നെയാണ്. നോട്ട് ജസ്റ്റ് വൺ പേഴ്സൺ, സോ മെനി കമന്റ്സ് ആണ്. അത് പല പല നെയിം ലാസ്റ്റ് നമുക്ക് കുറെ തവണ സജഷൻ വന്നിട്ട് നമ്മൾ മുന്നേ 2 പ്രാവശ്യം പോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു സിനിമ ആ സമയത്ത് വരാത്തോണ്ട് നമ്മൾ ചെയ്തില്ല. പക്ഷെ കമന്റ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വിടാൻ തോന്നില്ല, അതെന്തായാലും ചെയ്യണമെന്നുള്ളത്. അത് വേറെ ഒന്നല്ല, നമ്മള് ശങ്കർ പടമാണ്. ഐശ്വര്യ റായ്, പ്രശാന്ത് ഇവര് ഒരുമിച്ച് അഭിനയിച്ച ജീൻസ് മൂവിയാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ മൂവിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 1998 ഇറങ്ങിയ മൂവിയാണ്. ആ സമയത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള മൂവിയാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല റൊമാൻറ്റിക് കോമഡി ജോണറിൽ ഇറങ്ങിയ സിനിമയും കൂടിയാണ്. അതായത് നമ്മളെ പ്രശാന്ത് ആണ് മെയിൻ ലീഡിൽ വരുന്നല്ലോ സിനിമന്റെ അകത്ത്. നിങ്ങൾക്ക് പ്രശാന്തിനെ അറിയില്ലല്ലോ? എനിക്കറിയില്ല. അതാണ് എനിക്ക് ഇപ്പൊ അടുത്ത് അറിയുന്നത് മറ്റേ ഇതിലൂടെയാണ്. ഗോട്ട് ലൈഫ് അല്ല, ദ ഗോട്ട് അല്ലേ? സോറി, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ഗോട്ട് രണ്ടും മാറിപ്പോയി. ദ ഗോട്ട് മൂവിന്റെ അകത്ത് പൂജ വീഡിയോ വന്നില്ലേ, ആ സമയത്ത് ഇങ്ങനെ ഒരാളെ കാണിച്ചല്ല. അപ്പൊ ഞാനാണ് പറഞ്ഞത് പ്രശ്നക്കാരൻ. എനിക്കും ഞാൻ ഈ പടം കണ്ടിട്ടില്ല, പക്ഷെ ഇന്നത്തെ സോങ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കാരണം ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട്. അതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ടിവിയിലൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഈ ആളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന ആളല്ല. അപ്പൊ അങ്ങനെ പേരൊക്കെയപ്പോ എനിക്ക് കിട്ടിയതാണ്. ഞാൻ എന്നിട്ട് വീഡിയോയിൽ കണ്ട് ഞാൻ ഇത് ആരാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ പ്രശാന്ത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പ്രശാന്ത് ആ സമയത്താണ് നമുക്ക് ജീൻസ് മൂവിയുടെ കുറെ സജഷൻ വന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പുള്ളിക്കാരനുണ്ട് മെയിൻ ആയിട്ട്. പക്ഷെ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുള്ളിക്കാരന്റെ വേറെ മൂവീസ് ഒന്നും. ഇനി ഐ ഗെസ് ഈസ് ഗോയിങ് ടു കം വിത്ത് ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ് അറിയില്ല കേട്ടോ, നമുക്കറിയില്ല. പക്ഷെ എന്താ പറഞ്ഞാലും ഞാനും ഈ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെ പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല കേട്ടോ. വിഷ്വൽസ് അധികം കണ്ടിട്ടില്ല. കുറെ തവണ റേഡിയോയിൽ ആ സമയത്തൊക്കെ കേട്ടിട്ടുണ്ട് തോന്നുന്നു പാട്ട്. ഫുൾ സോങ് വിഷ്വൽസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മൂവിയിൽ എന്താ സംഭവം എന്ന് അറിയില്ല. ആൻഡ് ഐ ഫീൽ ദ ജോണർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ മറ്റേ ടൈപ്പ് ത്രില്ലിംഗ് സംഭവം അല്ല, പക്ഷെ റൊമാൻറ്റിക് കോമഡി ട്രാക്കിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. അതും എങ്ങനെയാണ് എസ്പെഷ്യലി അക്കാദമി അവാർഡ്സിനൊക്കെ സെൻഡ് ചെയ്തിട്ടുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു. അക്കാഡമി അവാർഡിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് മൂവിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല AR റഹ്മാൻ സാറാണ് മ്യൂസിക്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകളൊക്കെ അത്രയും ഫേമസ് ആയിട്ടുള്ളത്. നാസറും ഇതിന്റെ അകത്ത് നല്ല റോള് ചെയ്യുന്നുണ്ടെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഇൻട്രോ സീൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഐശ്വര്യ റായിയുടെ പടം ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ തമിഴിലോ? അതർ ദാൻ പൊന്നിയിൻ സെൽവൻ. ഹിന്ദിയിൽ കണ്ടിട്ടുണ്ടോ? ഹിന്ദിയിൽ ഏതൊക്കെ സിനിമ കണ്ടോ? മറ്റേ അല്ല 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 ഐശ്വര്യ താൽ ഞാൻ കണ്ടില്ല. ഞാൻ ഹംദിൽക്ക് പടം കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹിന്ദിയിൽ കുറച്ച് സിനിമ, ഞാൻ ഹിന്ദിയെ പിന്നെയും കാണാറ് സിനിമകൾ. ആ സമയത്ത് നമ്മൾ പണ്ട് മുതൽവൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല അതിന്റെ ഞാൻ കണ്ടത് ഹിന്ദിയാ കണ്ടിട്ടുള്ളത്. പക്ഷെ ഐശ്വര്യയുടേത് ഞാൻ 20 കുറച്ച് സീനുകൾ കണ്ടെന്നല്ലാണ്ട് സിനിമയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ സിനിമ കണ്ടിട്ടില്ല. പറഞ്ഞാലോ? തമിഴ് എനിക്ക് ശരിക്കും ഫ്രഷ് ആയിരിക്കും ഐശ്വര്യയുടെ, പൊന്നിയിൻ സെൽവൻ ഒഴിച്ചിട്ട്. പൊന്നിയിൻ സെൽവൻ 2 ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് തന്നെ മ്യൂസിക്കിലാണ് സ്റ്റാർട്ട്. ഫുൾ ഒരു കൂൾ വൈബിലാണ് കേൾക്കുന്നത്. ഒരു ബീച്ചി എഫക്റ്റില് സ്പെഷ്യൽ അപ്പിയറൻസ്. അതായത് മെയിൻ നമ്മൾക്ക് അറിയുന്ന ആൾക്കാർ കുറവല്ലേ? മണിവണ്ണനൊക്കെ ഉണ്ട്, അവരൊക്കെ. പ്രസാദ് സ്റ്റുഡിയോസ് ആണ്. സെന്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ശങ്കർ എഫക്ട് ഉണ്ട് ഫസ്റ്റ് സീനിൽ തന്നെ. ഒരു ഇന്ത്യൻ വൈബ്, അത് റിച്ച് ഭയങ്കര അല്ലേ? ഇത് കോമഡി ഒന്നല്ലേ?
നാസർ. Good morning. Good morning. Hi, Visu, Ramu, get up, get up, get up. ഓക്കെ ഡബിൾ ഡബിൾ. ഓക്കെ 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 നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. Hey Ramu, get up. ആ ഇത് പഴയ ലുക്കല്ലേ? ഗോട്ടിൽ ഡിഫറെന്റ് അല്ലേ ലുക്ക്? ഉണ്ട് ക്യൂട്ട് ലുക്ക്. ജയൻരവി വൈബില്ലേ ചെറുതായിട്ട്? ടൈമിലെ ഫ്രെയിം അതാണ് സ്പെഷ്യൽ എഫക്ട്സിനൊക്കെ നല്ല മെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഡബിൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ? ആ സമയത്ത് നല്ല divided by that frame. നൈസ്. ഒരു മറ്റേ സംഭവം ഒന്നും ഇല്ല. ഇല്ല. $2. Win பண்ணா $4. தோத்தா $2. Okay? Okay. எங்க ரெண்டு பேர்ல விஸ்வநாதன் யாரு ராமூர்த்தி யாருன்னு இன்னைக்கு ஓ ஆடு மாடு பசு விசு. இல்ல ஜுனு, இன்னைக்கு நீ தோத்துட்ட. நான் தான் விசு, இவ ராமூர்த்தி. Sorry. ഭയങ്കര ലുക്ക് അലൈക്കാണ് അവര് അല്ലേ? Bye, Dad. Bye, Visu. Bye, Ramu. ഡിഫറൻസ് ഇല്ല അധികം. കൊണ്ടുവരാൻ നോക്കിയില്ല. ഇല്ല. இவனுக்கு என்ன நடக்குதோ என்ன விசுவநாதன் யாரு ராமூர்த்தி யாருன்னு கண்டுபிடிக்க முடியலையே. Hey, Gino. அதெல்லாம் 6 knowledge இருந்தா தானே கண்டுபிடிக்க முடியும். You are only 5 knowledge. சரிங்க போ, நீங்க மட்டும் எப்படி கண்டுபிடிக்கிறீங்க? அப்பண்டா. நீங்க கண்டுபிடிக்கிறீங்க, நாங்க மண்டகாயறோம்ல. அட்லீஸ்ட் Dress ஆவது வேற வேற கலர்ல மாட்டோம்ல. No. சட்டையில கூட வித்தியாசம் வரக்கூடாது. வித்தியாசம் வந்தா ஏற்றத்தாழ்வு வந்துடும். ஏற்றத்தாழ்வு வந்தா பிரிவு வந்துடும். வாழ்க்கையில கடைசி வரைக்கும் என் குழந்தைகளுக்குள்ள பிரிவே வரக்கூடாது. அதனாலதான் சின்ன விஷயத்தை கூட வித்தியாசம் காட்டாம வளர்த்திட்டு வர. ഫസ്റ്റ് തന്നെ ഫീലിങ്സും കൊണ്ടുവന്നു. യൂഷ്വലി അങ്ങനെയല്ലേ രണ്ട് ഡ്രസ് ഇടിക്കില്ലേ മനസ്സിലാവാൻ. മെഡിസിൻ പഠിക്കാൻ തോന്നല്ലേ? കൊറേ സ്ഥലത്ത് അവർ ഒരുമിച്ച് കാണിക്കാൻ നോക്കുന്നുണ്ട് സീൻ. ഓ ഇവിടുന്നാണ് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ എഫക്ട്സ്, കമ്പ്യൂട്ടർ വിഷ്വൽ എഫക്ട്സ് എല്ലാം കാണിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ഒരു പ്രത്യേക എടുത്ത് പറഞ്ഞ പോലെ അല്ലെ? കാരണം അത്രയും ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു BGM-ല് അല്ലെ, ഒരു ലൈറ്റ് BGM-ല് പ്രത്യേക എടുത്ത് പറയണം. സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞ പോലെ ഉണ്ട്. മെയിൻ ആൾക്കാരല്ല, മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാം പറഞ്ഞോളൂ. കാരണം അത് അല്ലെങ്കിൽ നമ്മൾ വായിക്കില്ലല്ലോ ഫസ്റ്റ് തന്നെയാണെങ്കിൽ. സിനിമാറ്റോഗ്രാഫി അശോക് കുമാർ, നല്ല വിഷ്വൽസ് ആണ്. സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയറക്ഷൻ. Michael, you carry on. I'll be back. Excuse me. Thank you. I'm Krishnamurthy from Washington DC. I'm Nachiappan from Karaikudi. அப்படியே எப்ப அமெரிக்கா வந்தீங்க? இவங்க ரெண்டு பேரும் கை குழந்தையா இருக்கும்போதே சமையல்காரனா இங்க வந்துட்டேன். அப்படியே படிப்படியா ஆண்டு முன்னத்துல இந்த ரெஸ்டாரண்ட் ஓனர் ஆயிட்டீங்க, செட்டில் ஆயிட்டேன். இவங்க ரெண்டு பேரும் உங்க பசங்களா? வெரி ஸ்மார்ட் மேன் சார். Thank you. ரெண்டு பேரும் மெடிசன் பண்றாங்க. காலையில காலேஜுக்கு போயிடுவாங்க, சாயந்தரம் இங்க வந்து எனக்கு ஒத்தாசை. ஹலோ சார். അല്ല അമേരിക്കൻ സ്റ്റൈൽ. அமெரிக்கன் ஃப்ரெண்ட் மைக்கேல் சாலமனுக்கு உங்க ப்ரிப்பரேஷன் ரொம்ப பிடிச்சிருக்கு. அவர் வீட்ல நாளைக்கு ஒரு விருந்து வச்சிருக்காங்க. அந்த விருந்துல ஒரு 20 பேருக்கு இந்தியன் ஃபுட் ப்ரிப்பேர் பண்ணி சப்ளை பண்ண முடியுமா? ஓ நாளைக்குனா ஐ அம் வெரி சாரி சார். நாளைக்கு வீக்கெண்ட், கடை கண்டிப்பா ஹாலிடே. வாரம் முழுக்க நானும் என் பசங்களும் ஒரு நாளைக்கு 16-17 மணி நேரம் ஆயிராவது வேலை செய்யறோம் சார். ஒரு 5 நிமிஷம் கூட சிரிச்சு பேசுறதுக்கு டைம் இருக்காது. அதனால சனி ஞாயிறு வந்தா யாருக்கும் சொல்லாம எங்கேயாவது ஓடி போயிடும். ഓ അത് മൊമെന്റ്. പാട്ട്